ജനം വിധി എഴുതാൻ ഇനി 5 നാൾ മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണം നേതാക്കൾ കൊഴുപ്പിക്കാൻ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത്. UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി ആലപ്പുഴയിലും ഇടുക്കിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. രാഹുലിന്റെ പ്രചാരണ യോഗത്തിൽ ജി സുധാകരനും പങ്കെടുക്കും. അദ്ദേഹം വേദിക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. സ്വന്തം മണ്ഡലമായ കണ്ണൂരെ ധർമ്മടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണ പര്യടനം. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയും കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറും തത്സമയം ചേരുന്നു. ആദ്യം ഷബീദ് റാവുത്തറിലേക്ക്. ഷബീദ്, ഇന്ന് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം വലിയൊരു റോഡ് ഷോയോടെയാണല്ലോ നടക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഉറപ്പായിട്ടും, കാരണം BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ആ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി കളം ഇളക്കി മറിക്കാനുള്ള ഒരു നീക്കത്തിനാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. മാത്രമല്ല, ഇതിനു മുൻപ് പ്രധാനമന്ത്രിമെന്ന പാലക്കാടും തൃശ്ശൂരും BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മണ്ഡലങ്ങളായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങൾ BJP കാര്യമായിട്ടുള്ള പ്രതീക്ഷ ഇക്കുറി വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയെ തന്നെ എത്തുന്നത്. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യമായ ഒരു അക്കൗണ്ട് തുറന്നുകൊടുത്തതും നേമമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ നിലവിൽ ഇപ്പോൾ അവർക്ക് അല്പമെങ്കിലും തിരിച്ചടിയാകുമെന്നുള്ള ഫാക്ടർ പോലും മാറി അത് പോസിറ്റീവായി മാറും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയ കാര്യം. ഒരു ഇലക്ടറൽ ബംബ് ഉണ്ടാകുമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയ കാര്യം. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിക്ക് 2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. ശേഷം തിരുവല്ലയിലേക്ക് ആയിരിക്കും അദ്ദേഹം പോവുക. ചങ്ങനാശ്ശേരി ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലായിരിക്കും അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കുക. അവിടെ ഏതാണ്ട് 11ഓളം ചുറ്റുമുള്ള 11ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആ പൊതുയോഗത്തിന്റെ ഭാഗമാകും. വൈകിട്ട് 5 മണിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരമായിരിക്കും റോഡ് ഷോ നടത്തുക. ഇതിനായി ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ 1.5 കിലോമീറ്റർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖ, കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. അങ്ങനെ ആവേശം അത് പ്രവർത്തകരിലേക്ക് എത്തിക്കാനുള്ള സജീവ നീക്കം അത് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി യാഥാർത്ഥ്യമാകുമെന്നാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. താങ്ക് യു ഷബീദ് റാവുത്തർ. ഇപ്പോൾ ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിൽ ജി സുധാകരൻ എത്തുന്നുണ്ട്. ജി സുധാകരൻ യോഗസ്ഥലത്ത് എത്തിയെന്നാണ് വിവരം. അശ്വിൻ പാലാഴി യോഗസ്ഥലത്ത് നിന്നും തത്സമയം ചേരുന്നു. പറയൂ അശ്വിൻ. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടുന്ന് റോഡ് മാർഗമാണ് ആലപ്പുഴ മുഹമ്മയിലുള്ള കാവങ്കൽ മൈതാനിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുക. ആലപ്പുഴയെ സംബന്ധിച്ച ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് UDFന് ഇത്തവണ 9-ൽ 8 സീറ്റുകൾ LDFിന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളാണ്. അതിൽ 5 ഇത്തവണ UDF ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ്. കുട്ടനാട് അടക്കം, കായംകുളം അടക്കം. അതിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വരവോടുകൂടി ആ സീറ്റും ഇത്തവണ UDFിലേക്ക് എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. അങ്ങനെ പ്രചരണം പൊടിപിടിക്കുന്നതിനിടെ വലിയ ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പ് പോകുന്നതിനിടെയാണ് ആലപ്പുഴയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര ജനകീയ സ്ഥാനാർത്ഥിയായ CPIM വിട്ട നേതാവ് ജി സുധാകരൻ ഈ വേദിയിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ഈ പരിപാടിയിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുമ്പോൾ മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കുന്ന 9 സ്ഥാനാർത്ഥികളും വേദിയിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഈ സദസ്സ് നിറഞ്ഞിരിക്കുകയാണ്. നിരവധിയായ പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ വരവ് കാത്ത് ഇരിക്കുന്നു. എന്തായാലും സുധാകരൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടി രാഷ്ട്രീയമായി കൂടി ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന പരിപാടിയായി മാറും. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗ സ്ഥലത്തേക്ക് ജി സുധാകരൻ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഇനി കണ്ണൂരിലേക്ക്. കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന ധർമ്മടത്ത് അജീഷ് ജയകുമാർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ധർമ്മടത്ത് നിന്നും ചേരുന്നു. പറയൂ അജീഷ്. SKN 10:30 മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പര്യടനം തുടങ്ങുന്നത്. മുഴപ്പിലങ്ങാട് നിന്നാണ് ഈ പര്യടനം ഇന്ന് ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി രണ്ടാം ഘട്ടമാണ് ധർമ്മടത്തെ പര്യടനത്തിന് ഇറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ധർമ്മടത്ത് റോഡ് ഷോയും മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്ന് പിണറായിയിലേക്ക് റോഡ് ഷോയും നടത്തിയിരുന്നു. അതിനുശേഷം ഒരു ദിവസം ധർമ്മടത്തെ LDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി പോയ മുഖ്യമന്ത്രി വീണ്ടും സ്വന്തം നാട് കണ്ണൂരിൽ ഇന്നലെ തിരിച്ചെത്തി. ഇന്നലെ കണ്ണൂരിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വേറിട്ട മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചരണം നടത്തിയിരുന്നു. LDF
കൺവെൻഷനുകളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇന്നും നാളെയും അദ്ദേഹം ധർമ്മടത്താണ് കേന്ദ്രീകരിക്കുന്നത്. 2 ദിവസമായി 25 കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം പര്യടനം നടത്തുന്നത്. നാളെ വൈകിട്ട് റോഡ് ഷോയും ഉണ്ടാകും. നാളെ പ്രധാനമായും ഈ പറമ്പായിൽ നിന്ന് തുടങ്ങി ചിറക്കുണി വരെയാണ് രാവിലെ തുടങ്ങിയ ഈ പര്യടനം. രാത്രി 8 മണി വരെ. അജീഷ് ജയകുമാർ ആണ് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.